നമസ്കാരം. എസ് പി ലൈഫ് ഇൻഷുറൻസിൻ്റെ വെൽത്ത് ക്രിയേഷൻ പദ്ധതികളിൽ അതായത് WCPA തുടങ്ങാൻ പറ്റുന്ന ഏറ്റവും മികവുറ്റ എസ് പി ലൈഫിൻ്റെ ഒരു പ്രീമിയം പ്രൊഡക്റ്റാണ് എസ് പി ലൈഫ് സ്മാർട്ട് പ്രിവിലേജ് പ്ലസ് എന്ന ഈ ഒരു പദ്ധതി. ഒട്ടനവധി സവിശേഷതകളുള്ള പദ്ധതിയാണിത്. അതായത് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പദ്ധതിയാണ്. 6th ഇയർ മുതൽ നമുക്ക് പാർഷ്യലായിട്ട് ഓരോ വർഷം വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു റിസ്ക് കവർ ചെയ്യുന്ന പദ്ധതിയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലായി 20% മുകളിൽ റിട്ടേൺ നേടിക്കൊടുത്തിട്ടുള്ള പദ്ധതിയാണിത്. ഇന്ന് സാധാരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് കേവലം 6-7% മാത്രം വളർച്ച നേടുന്ന ഈ സ്ഥാനത്ത് കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് 20% മുകളിൽ വളർച്ച നേടിക്കൊടുത്തിട്ടുള്ള പദ്ധതിയാണ് ഈ പദ്ധതി. ഫ്രീ സ്വിച്ചിങ് വഴി നമ്മുടെ പണം 100% സുരക്ഷിതമാക്കാനുള്ള ഓപ്ഷനും ഈ പദ്ധതിയിലുണ്ട്. അതുപോലെ ഒട്ടനവധി ഗുണങ്ങളുള്ള സവിശേഷതകളുള്ള ഒരു പദ്ധതിയാണ് ഈ പ്രിവിലേജ് എന്ന പദ്ധതി. നമുക്ക് നോക്കാം ഇത് എന്താവശ്യം വെച്ച് തുടങ്ങാം എന്നുള്ളത്. അതായത് നമ്മുടെ 10 വർഷത്തിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ ആവശ്യങ്ങൾ, അത് ഒരു പക്ഷേ കുട്ടികളുടെ ഹയർ എഡ്യൂക്കേഷൻ ആയിരിക്കാം, അതല്ലെങ്കിൽ വിവാഹമായിരിക്കാം, അതല്ലെങ്കിൽ ഒരു 10 വർഷത്തിന് ശേഷം ഒരു വീട് വെക്കണം എന്നുള്ള സ്വപ്നമായിരിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്നുള്ള ഒരു ആവശ്യമായിരിക്കാം, അതുമല്ലെങ്കിൽ ഇപ്പോൾ സാധാരണ NRIs പ്രവാസികളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഗൾഫ് ജീവിതം 10 വർഷത്തിന് ശേഷം ഗൾഫ് ജീവിതം കഴിഞ്ഞ് നാട്ടിലെത്തുന്ന സമയത്ത് ജീവിതകാലം മുഴുവൻ ഇവിടെ ഗവൺമെൻറ് ജീവനക്കാർക്ക് കിട്ടുന്ന പോലെ തന്നെ മാസം ഒരു പെൻഷനായിട്ട് മാസം അതായത് ജീവിതകാലം മുഴുവൻ കിട്ടുകയാണെങ്കിൽ അത് വലിയൊരു ആശ്വാസമായിരിക്കും. ആ രീതിയിലുള്ള ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ വേണമെങ്കിൽ തുടങ്ങാം. അങ്ങനെ ജീവിതത്തിൻ്റെ 10 വർഷത്തിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് 100% നിക്ഷേപിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു സുരക്ഷിതമായിട്ടുള്ള പദ്ധതിയാണ് ഈ പദ്ധതി. നമ്മൾ ഈ പറഞ്ഞ ആവശ്യങ്ങളെല്ലാം തന്നെ ഒരു 10 വർഷത്തിന് ശേഷം ഒരു 1 CRൻ്റെ മുകളിലുള്ള ഒരു എമൗണ്ട്, ഒരു ബഡ്ജറ്റാണ് നമ്മൾ കണ്ടതെങ്കിൽ, ഒരു 1 കോടിൻ്റെ മുകളിലുള്ള ഇത്തരത്തിലുള്ള ആവശ്യങ്ങളാണ് നമ്മൾ കണ്ടതെങ്കിൽ 100% മിനിമം ഈ പദ്ധതിയിൽ പ്രിവിലേജ് എന്ന പദ്ധതിയിൽ മിനിമം എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് മിനിമം 5 വർഷത്തെ, കേവലം 5 വർഷത്തെ ഡെപ്പോസിറ്റ് ചെയ്താൽ തന്നെ 10 വർഷത്തിന് ശേഷം 1 കോടിൻ്റെ മുകളിൽ നമ്മുടെ ഫണ്ട് ആയി വരുന്ന ഏറ്റവും നല്ല മികവുറ്റ ഒരു വെൽത്ത് ക്രിയേഷൻ WCP പദ്ധതിയാണ് ഈ പദ്ധതി. 10 വർഷത്തിന് ശേഷം ആവശ്യമുള്ള അതിന് വേണ്ടിയിട്ട് മാത്രമേ തുടങ്ങാവൂ എന്ന് പറഞ്ഞു. ഒരു ഉദാഹരണത്തിന് ഇന്ന് 2025, ഒരു 10 വർഷം കഴിയുന്ന സമയത്ത് 2035, നമ്മുടെ ഇന്നത്തെ വയസ്സിൻ്റെ കൂടെ ഒരു 10 വർഷം കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് 10 വർഷത്തിന് ശേഷം ഒരു ഉദാഹരണം നമുക്കെടുക്കാം. ഒരു മാസത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 50,000 രൂപ മാസം വരുമാനം വാങ്ങിക്കണം. അതായത് ജീവിതം അവസാനം വരെ, നമ്മൾ അവസാന ശ്വാസം നിലയ്ക്കുന്ന വരെ മാസം ഒരു പെൻഷനായിട്ട് ഒരു മാസം ഒരു തുക നമ്മളെ കയ്യിൽ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എത്ര കോർപ്പസ് ക്രിയേറ്റ് ചെയ്യണം? ഏറ്റവും ചുരുങ്ങിയത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു 50,000 കിട്ടണമെന്നുണ്ടെങ്കിൽ 1 കോടി രൂപ ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ ബാങ്ക് റേറ്റ് അനുസരിച്ച് 6% നോക്കുകയാണെങ്കിൽ തന്നെ 1 കോടിൻ്റെ 6% 6 ലക്ഷം രൂപ. ഈ 6 ലക്ഷം രൂപ തന്നെ 12 മാസം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പെർ മന്ത് ഒരു 50,000 രൂപ നമ്മുടെ കയ്യിൽ കിട്ടും. അപ്പോൾ മാസം ഒരു 50,000 രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ 10 വർഷത്തിന് ശേഷം 1 കോടി രൂപ നമ്മുടെ കയ്യിൽ കോർപ്പസ് ആയിട്ട് ഉണ്ടാവണം. അപ്പോൾ അത് ആ 10 വർഷത്തിന് ശേഷം 2 കോടി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 50,000 സ്ഥാനത്ത് 1 ലക്ഷം വെച്ച് മാസം വാങ്ങിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 1 കോടിൻ്റെ മുകളിലുള്ള ഒരു തുക 10 വർഷത്തിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും മികവുറ്റ ഒരു പദ്ധതിയാണ് ഈ പദ്ധതി. 10 വർഷത്തിന് ശേഷം, അതായത് 2035 ശേഷം 1 CRൻ്റെ മുകളിലാണ് നിങ്ങളുടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് വരേണ്ടതെങ്കിൽ, അസറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഈ പദ്ധതിയെ ആശ്രയിക്കാനായിട്ട് സാധിക്കും. കാരണം ഇത് വെറുതെ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല, ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. 12 വിവിധ തരത്തിലുള്ള ഫണ്ടുകളുണ്ട്. ആ ഫണ്ട് ഓപ്ഷൻസ് നമ്മൾ തിരഞ്ഞെടുത്ത് ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള ഫണ്ടുണ്ട്, റിസ്ക് കുറഞ്ഞിട്ടുള്ള ഫണ്ടുണ്ട്, പലതരത്തിലുള്ള ഫണ്ടുകളുണ്ട്. അതൊക്കെ അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിരിക്കും. അത് ശരിക്കും കേട്ട് മനസ്സിലാക്കുക. അപ്പോൾ ആ ഫണ്ടുകൾ തിരഞ്ഞെടുത്തിട്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഈ പറഞ്ഞിട്ടുള്ള ഒരു 1 CRൻ്റെ മുകളിലുള്ള ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്കൊന്ന് സൂചിപ്പിക്കുക. ഒരു 8 പോയിൻറ്റ്സ് മാത്രം ചുരുക്കി നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഈ പദ്ധതിയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ കേവലം 5 വർഷത്തെ വാർഷിക പ്രീമിയം മാത്രമേ അടയ്ക്കേണ്ടുള്ളൂ. കേവലം 5 വർഷം മാത്രം അടച്ചുകൊണ്ട് ഈ പദ്ധതി തുടങ്ങാനായിട്ട് സാധിക്കും. ഈ വർഷം അടച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കി ഒരു 4 പ്രീമിയം കൂടെ അടച്ചിട്ടുണ്ടെങ്കിൽ ഈ പദ്ധതിയുടെ പ്രീമിയം സേവിങ് പീരീഡ് കഴിഞ്ഞ് 5 വർഷത്തെ നമ്മുടെ സേവിങ് കഴിഞ്ഞ്, അതായത് ലോക്കിംഗ് പീരീഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6ാമത്തെ വർഷം മുതൽ എപ്പോൾ വേണമെങ്കിലും പൂർണ്ണമായിട്ടും പിൻവലിക്കാം, അതല്ലെങ്കിൽ ഭാഗികമായിട്ട് പിൻവലിക്കാൻ സാധിക്കും.
അതുപോലെ രണ്ടാമത്തെ പോയിന്റ് റിട്ടേൺ ഗ്രോത്ത്. ഈ പദ്ധതിയുടെ നമ്മുടെ ഗ്രോത്ത് വർധനവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഇക്വിറ്റി ഫണ്ട് അതുപോലത്തെ ഓരോ ഫണ്ടുകൾ 15% മുകളിൽ, അതുപോലെ തന്നെ മിഡ് ക്യാപ് ഫണ്ട് പോലത്തെ ഫണ്ടുകളൊക്കെ തന്നെ 20% മുകളിൽ റിട്ടേൺ വന്നിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ഈ 100% സുരക്ഷിതമായിട്ടുള്ള ഫണ്ടായിട്ടുള്ള ബോണ്ട് ഫണ്ട് വരെ 8.25 മുകളിൽ ഗ്രോത്ത് വന്നിട്ടുള്ള ഫണ്ടാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഗ്രോത്ത് വന്നിട്ടുള്ള ഫണ്ടാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമതായിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഈ പദ്ധതി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് 6 ലക്ഷമോ അതിൽ കൂടുതലോ അടയ്ക്കാൻ സാധിക്കുന്ന വ്യക്തികൾക്ക് മാത്രമാണ് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതായത് 6 ലക്ഷമോ അതിൻ്റെ മുകളിലോ അടയ്ക്കാൻ കഴിവുള്ളവർ മാത്രമാണ് ഈ പദ്ധതിയിൽ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് മിനിമം പ്രീമിയം 6 ലക്ഷം രൂപയാണ് വാർഷിക പ്രീമിയം തുടങ്ങുന്നത്. 5 വർഷത്തെ പ്രീമിയം മാത്രം അടച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ സാധാരണ ബാങ്ക് ഡെപ്പോസിറ്റുകൾക്ക് നമ്മൾ എത്രയാണോ അടയ്ക്കുന്നത് അതിൻ്റെ എത്രയാണോ റേറ്റ് ഇട്ടിട്ടുള്ളത്, ആ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളത്, ആ എമൗണ്ട് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതിൽ കൂടുതൽ പ്രത്യേകിച്ചൊന്നും കിട്ടില്ല. അപ്പോൾ ഈ പദ്ധതിയിൽ ലോയലിറ്റി അഡീഷൻ ഉണ്ട്, മറ്റ് ഇൻഷുറൻസ് കവറേജ് ഉണ്ട്, മറ്റ് ഒട്ടനവധി കാര്യങ്ങൾ ഈ പദ്ധതിയിലുണ്ട് ബാങ്ക് ഡെപ്പോസിറ്റ് കമ്പയർ ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് 6 ലക്ഷത്തിൻ്റെ മുകളിൽ അടയ്ക്കാൻ കഴിവുള്ള വ്യക്തികൾക്ക് മാത്രം എടുക്കാൻ പറ്റുന്ന, ഏറ്റവും പ്രിവിലേജ് ആയുള്ള കസ്റ്റമേഴ്സിന് എടുക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ് ഈ പദ്ധതി. നാലാമത്തെ പോയിന്റ് സ്പെഷ്യൽ ബെനിഫിറ്റ് ഫോർ NRIs. ഈ പദ്ധതിക്ക് റീപാട്രിയേഷൻ ഫെസിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അത് ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ്. അതായത് NRI അക്കൗണ്ടിൽ നിന്നാണ് പ്രീമിയം അടയ്ക്കുന്നതെങ്കിൽ NRI അക്കൗണ്ടിലേക്ക് തന്നെ വർധനയോട് കൂടിയിട്ടുള്ള തുക തിരിച്ച് നൽകുന്നതാണ് റീപാട്രിയേഷൻ ഫെസിലിറ്റി. ഈ ഒരു ഫെസിലിറ്റി പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അഞ്ചാമതായിട്ട് പറയാനുള്ളത് 10 വർഷം മുമ്പ് നമ്മുടെ നാട്ടിലുള്ള ബാങ്കുകളിലൊക്കെ FD റേറ്റ് 12% മുകളിലുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് ആ സ്ഥാനത്ത് FD ഇട്ടിട്ടുണ്ടെങ്കിൽ 6% ആ റേഞ്ചിലാണ്, 6 ഉണ്ടാവില്ല, 6 ടാക്സ് എന്തൊക്കെ കഴിച്ച് 5 ആ റേഞ്ചിൽ ഇപ്പോൾ നമ്മുടെ പോക്കറ്റിലേക്ക് ആ തുക കിട്ടുള്ളൂ. അപ്പോൾ ഇന്ന സ്ഥാനത്ത് ഭാവിയിൽ വീണ്ടും ഇൻട്രസ്റ്റ് റേറ്റൊക്കെ കുറയുന്നുള്ളതാണ് ഫിനാൻഷ്യൽ എക്സ്പേർട്ടുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം പല രാജ്യങ്ങളിലും, വികസിതരായിട്ടുള്ള പല രാജ്യങ്ങളിലും ഈ നമ്മുടെ റേറ്റിനെക്കാട്ടും താഴെയാണ്. അതായത് 0 വരെയുള്ള രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. മാത്രമല്ല മൈനസിൽ കിടക്കുന്ന രാജ്യങ്ങളുമുണ്ട്. അപ്പോൾ ആ സ്ഥാനത്ത് ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഗ്രോത്ത്, കാലഘട്ടത്തിനനുസരിച്ചുള്ള ഗ്രോത്ത് വരുന്ന ഏറ്റവും നല്ല ഒരു പദ്ധതിയാണ് ഈ പദ്ധതി. ആറാമത്തെ പോയിന്റ് നമ്മുടെ ഇൻഫ്ലേഷനാണ്. അതായത് ഇപ്പോൾ ഇന്ന് 25,000 രൂപ കൊണ്ട് നടക്കേണ്ട ഒരു സാധനം ഒരു 5 വർഷം കഴിയുന്ന സമയത്ത് നമ്മുടെ 6% ഇൻഫ്ലേഷൻ റേറ്റ് വെച്ച് നോക്കുന്ന സമയത്ത് ഒരു 33,000 റുപ്യ ആയി മാറും. അതായത് ഇന്ന് 25,000 റുപ്യയുടെ കിട്ടേണ്ട സാധനം 33,000 രൂപ കൊടുത്തെങ്കിൽ 5 വർഷം കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ എന്നുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഇന്ന് നമ്മൾ FD റേറ്റൊക്കെ എത്ര, നമ്മൾ ഇൻഫ്ലേഷനിലും താഴെ കിടക്കുന്നത്. അപ്പോൾ അവിടെയും പറഞ്ഞു വരുന്നത് കാലഘട്ടത്തിനനുസരിച്ചുള്ള മൂല്യം FDയിലും മറ്റു കാര്യത്തിലും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഏറ്റവും മികവുറ്റ ഒരു പദ്ധതിയാണ് ഈ പദ്ധതി. ഇവിടെ നമ്മൾ ബാങ്കിൽ FD ഇട്ടിട്ടുണ്ടെങ്കിൽ FDയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ലാഭം, പ്രോഫിറ്റ്, പലിശ എത്രയാണോ അതിൽ നിന്ന് ആ വളർച്ചയിൽ നിന്ന് ടാക്സ് പിടിച്ച്, അതായത് TDS പിടിച്ച്, നികുതി പിടിച്ചതിന് ശേഷം ബാക്കി നമ്മളെ കയ്യിലേക്ക് എത്തുന്നുള്ളൂ. ഇവിടെ SBI ലൈഫിൻ്റെ പദ്ധതികളൊക്കെ തന്നെ നികുതിയിൽ നിന്ന് ഇളവുള്ളതാണ്. അത് വലിയൊരു പ്രത്യേകത തന്നെയാണ്. ഇനി അവസാനത്തെ 8ാമതായിട്ട് പറഞ്ഞ പോയിന്റ്, ഈ പദ്ധതി 100% മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള പദ്ധതിയാണ് എങ്കിലും അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അത് പറയാൻ കാരണം ഈ ഫണ്ട് വളരുന്നത് നമ്മൾ കൊടുക്കണ ഇപ്പോൾ ഒരു 100 രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ 100 രൂപ 100 തരത്തിലുള്ള പല സെഗ്മെൻറ്റിലുള്ള പല കമ്പനിയിൽ SBI ലൈഫ് ഇൻഷുറൻസിൻ്റെ വിദഗ്ധരായിട്ടുള്ള, അത്രയും കഴിവുള്ള വിദഗ്ധരായുള്ള ഫണ്ട് മാനേജ്മെൻറ്റാണ് നമ്മുടെ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അവർക്കറിയാം ഈ 100 കമ്പനീൻ്റെ കഴിഞ്ഞ വർഷത്തെ പാസ്റ്റ് അറിയാം, പ്രസൻറ്റ് അറിയാം, ഇനി വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഈ 100 കമ്പനിയിൽ ഏതെങ്കിലും ഒരു കമ്പനി നഷ്ടത്തിലാണ് പോണതെങ്കിൽ അപ്പോൾ അതിലേക്ക് 1 രൂപയാണ് കൊടുത്തതെങ്കിൽ ആ 1 രൂപ എടുത്താണ്ട് പിന്നെ ആ സ്ഥാനത്ത് പുതിയ കമ്പനി ഏതാ വെച്ചാൽ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട്, അതായത് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വിദഗ്ധരായിട്ടുള്ള ഫണ്ട് മാനേജ്മെൻറ്റ് നമ്മുടെ ഫണ്ട് ശരിക്ക് അവർ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ അത് വളർത്തിത്തരും. അതാണ് ഇതുവരെ അങ്ങനെയാണ് ഇത്ര കഴിഞ്ഞ വർഷങ്ങളിലായിട്ട്. അതുകൊണ്ടാണ് SBI ലൈഫിൻ്റെ ഇപ്പോൾ നമ്മുടെ ഓരോ പല ഫണ്ടുകളും, ഇപ്പോൾ ഇക്വിറ്റി ഫണ്ട് ആയിക്കോട്ടെ, മിഡ് ക്യാപ് ഫണ്ട് ആയിക്കോട്ടെ, പ്യുവർ ഫണ്ട് ആയിക്കോട്ടെ, ഈ ഫണ്ടിനെ പറ്റിയൊക്കെ വരും വീഡിയോകളിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വളർച്ചയും കാര്യം എന്നാണ് തുടങ്ങിയതെന്നും ഇതിപ്പോൾ ഇത്ര വരെയുള്ള ഗ്രോത്ത് എത്രയാണെന്നുള്ളതൊക്കെ ഇപ്പോൾ 20% മുകളിലൊക്കെ, 15% മുകളിൽ, 20% മുകളിലൊക്കെ ഗ്രോത്ത് വന്നിട്ടുള്ള ഫണ്ടുണ്ട്. സേഫായിട്ടുള്ള ബോണ്ട് ഫണ്ട് അതുപോലെ തന്നെ 8-8.25% മുകളിലുണ്ട്. ഇപ്പോൾ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പം 6% ആ റേഞ്ചിൽ നിൽക്കുന്ന സ്ഥാനത്ത് നമ്മൾ ബോണ്ട് ഫണ്ടിൽ തന്നെ ഉണ്ട് കൂടുതൽ റേറ്റ്. അപ്പോൾ 20% മുകളിലൊക്കെ പിന്നെ നമ്മുടെ ഗ്രോത്ത് ഉണ്ടെങ്കിൽ, ഫണ്ടിൻ്റെ ഗ്രോത്ത് ഉണ്ടെങ്കിൽ, അപ്പോൾ അതിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് നല്ല ഗ്രോത്ത് വന്നിട്ടുണ്ട്.
അപ്പം ഇത് ലോങ് ടൈം ആയിട്ടുള്ള അതാ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടില്ല, 10 വർഷത്തിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഇത്തരം പദ്ധതികളിൽ ആശ്രയിക്കാൻ പാടുള്ളൂ. അപ്പം അങ്ങനെയാണ് സമയത്ത് ഒരിക്കലും ഈ റിസ്ക് ഉണ്ടാവില്ല, ആ നഷ്ടം നികത്തും. അതാണ്. അപ്പം പേടിക്കേണ്ട ആവശ്യമില്ല, 100% സേഫാണ്. ഇപ്പോൾ ഒരു 10 വർഷത്തിന് ശേഷം നമ്മൾ ഏകദേശം നമ്മളെ ഉദ്ദേശമായിട്ടുള്ള ഒരു വളർച്ച എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഫണ്ട് നമുക്ക് 100% സേഫാക്കി മാറ്റാനുള്ള സ്വിച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ, അതുപോലെ ബോണ്ടുകളിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിലോ അത് 100% സേഫായി, പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ തന്നെ ധാരാളം കസ്റ്റമേഴ്സ് ഈ പ്രിവിലേജ് പറഞ്ഞ പദ്ധതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 5 വർഷം മാത്രം അടയ്ക്കുന്ന ആളുകളുണ്ട്, അതല്ല 8 വർഷം അടയ്ക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ളത്, 10 വർഷം അടയ്ക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ 10 വർഷം 15 വർഷം വരെ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പ്രീമിയം ടേം ഓപ്ഷൻ തിരഞ്ഞെടുത്തുള്ള ആളുകളൊക്കെ ഉണ്ട്. 30 വർഷം ടേം ഇട്ടിട്ടുള്ളത് ഏറെ ആളുകൾ 15 വർഷത്തിൻ്റെയും 30 വർഷത്തിൻ്റെ ഇടയിലാണ് പ്രീമിയത്തിൻ്റെ ഈ പദ്ധതിയുടെ ടേം തിരഞ്ഞെടുത്തിട്ടുള്ളത്. അടയ്ക്കേണ്ടത് ഭൂരിപക്ഷം ആളുകളും ഒരു മിനിമം ടേമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്, 5 വർഷം മാത്രം അടയ്ക്കുക. കാരണം ഇപ്പോൾ ഈ പദ്ധതിയിൽ കേവലം 5 വർഷം മാത്രം അടച്ചാൽ മതിയെങ്കിലും അടയ്ക്കേണ്ട പ്രീമിയം 6 ലക്ഷം രൂപ വർഷത്തിൽ അടയ്ക്കാൻ കഴിയുന്ന ആളുകൾക്ക് മാത്രമേ ഇത് അടയ്ക്കാൻ സാധിക്കുകയുള്ളൂ, ഈ പദ്ധതി എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതായത് പ്രവാസികൾ, NRIs, അതുപോലെ തന്നെ പ്രൊഫഷണൽസ്, അതായത് ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ഇങ്ങനെ തരത്തിലുള്ള പ്രൊഫഷണൽസ്, അതായത് ബിസിനസ്സുകാർ, സ്വയം തൊഴിൽ കണ്ടെത്തുന്ന സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ ഓരോ ജോലി ചെയ്യുന്ന സ്വയം തൊഴിൽ ഉള്ള ആളുകൾ, അതായത് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർ മന്ത് ഒരു 1 ലാക്കെങ്കിലും 1 ലക്ഷമെങ്കിലും പെർ മന്ത് ഇൻകമുള്ള ആൾക്ക് 100% ധൈര്യമായിട്ട് തുടങ്ങാൻ പറ്റുന്ന പദ്ധതിയാണ്. കാരണം വെച്ചാൽ സാലറി സ്ലിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പദ്ധതി എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഏറ്റവും നല്ല പദ്ധതിയാണിത്. ഇപ്പം നമ്മൾ കൊടുത്തിട്ടുള്ള പല ആളുകൾക്കും ഈ പറഞ്ഞതിലാണ്ട് കൂടുതൽ, ഇപ്പോൾ ഞാൻ ഇതിൽ പറഞ്ഞിട്ടില്ലാണ്ട് കൂടുതൽ ഗ്രോത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മുമ്പ് ഒരു വീഡിയോ അതിൽ കൊടുത്തിട്ടുണ്ടേനെ, ഒരു 5 വർഷം കൊണ്ട് തന്നെ 6ാമത്തെ വർഷമായ സമയത്ത് തന്നെ ഈ പദ്ധതിയിൽ ഇരട്ടീൻ്റെ അടുത്ത ആയ ഒരാളത്. അങ്ങനെ ഒരാളത് മാത്രമല്ല, പലതും ഉണ്ട്. ഇപ്പോൾ ഒരു വീഡിയോ മാത്രമാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ധാരാളം ഉണ്ട്. ഒരു മോഡലായിട്ട് കാട്ടിയിട്ടുണ്ട് ഇങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഈ പദ്ധതി, ഏറ്റവും നല്ല ബെസ്റ്റ് പദ്ധതിയാണ്. SBI ലൈഫ് ഇൻഷുറൻസ് കമ്പനീൻ്റെ പ്രീമിയം പ്രൊഡക്റ്റുകളിൽ പെട്ടിട്ടുള്ള ഏറ്റവും മികവുറ്റ ഒരു പദ്ധതിയാണ് ഈ പ്രിവിലേജ് എന്ന ഈ ഒരു പദ്ധതി. അപ്പോൾ ഈ പദ്ധതിയെക്കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് 2 ഭാഗമായിട്ട് ഇറക്കിയിട്ടുള്ളത്. 1ാം ഭാഗവും 2ാം ഭാഗവും. അതിൽ വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങളും പോയിൻ്റായിട്ട് വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ ലളിതമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പദ്ധതിയെക്കുറിച്ച് എടുത്തവരും എടുക്കാൻ ആഗ്രഹിക്കുന്നവരും വ്യക്തമായിട്ട് വീഡിയോ കണ്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഈ പദ്ധതിയുടെ ഗ്രോത്ത്, അതുപോലെ തന്നെ അതിൻ്റെ ബെനിഫിറ്റൊക്കെ മനസ്സിലാക്കുന്ന സമയത്ത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അനുഭവം, അതായത് നമ്മുടെ നിലവിലുള്ള ഒരു കസ്റ്റമറാണ്, വർഷങ്ങളായിട്ട് എൻ്റെ ഒരു കസ്റ്റമറാണ്, വിദേശത്താണ്, പ്രവാസിയാണ്. അവരൊരു സുഹൃത്തിന് എൻ്റെ നമ്പർ കൊടുത്തതാണ്. അപ്പോൾ ആ സുഹൃത്തിനെ വിളിക്കുകയാണ്, ഒരു പരിചയപ്പെട്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർ അത്യാവശ്യം നല്ല ക്യാഷുള്ള ആളാണ്, ഒരു ബിസിനസ്സുകാരനാണ്. 48 വയസ്സിൻ്റെ മുകളിലുള്ള ഒരാളാണ്. ഏകദേശം ഗൾഫിൽ പോരാ, ഏകദേശം ഇനിയിപ്പോൾ ഒരു 10 വർഷമൊക്കെ മാക്സിമം അവിടെ നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഏകദേശം കോവിഡിൻ്റെ മുമ്പ് അയാൾ നാട്ടിൽ എന്തൊരു വലിയ സംരംഭം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കോടികൾ മുടക്കിയിട്ട് നാട്ടിൽ സംരംഭം തുടങ്ങി. അങ്ങനെ ഏകദേശം 300ഓളം 200-300ഓളം തൊഴിലാളികളൊക്കെ ഉള്ള, വർക്കേഴ്സുകളുള്ള ഒരു വലിയ സംരംഭമായിരുന്നു. അപ്പം കോവിഡിന് ശേഷം അവർ ആ സംരംഭമൊക്കെ ആകെ നഷ്ടത്തിലായി. അങ്ങനെ ഇവരൊക്കെ പിരിച്ചു വിട്ട്, അതുപോലെ തന്നെ ഇവരത് പൂട്ടേണ്ടി വന്ന്, അങ്ങനെ എന്തൊക്കെയോ ബിൽഡിങ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊക്കെ നഷ്ടത്തിലായി. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം നല്ലൊരു നഷ്ടം വന്ന്. അപ്പം പിന്നെ അതിന് ശേഷമാണ് അപ്പോൾ അവരിതിനെ പറ്റിയൊക്കെ മനസ്സിലാക്കുന്നത്, ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളും. ഇങ്ങനെയാണ് സമയത്ത് ഇങ്ങനൊരു തുക ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു റിസ്ക്കും ഇല്ലാതെ തന്നെ ആ എമൗണ്ട് ഇതിൽ മുടക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ 100% സേഫാണ്, 100% ഗ്യാരൻറ്റിയാണ്, ഈ പറഞ്ഞ് കിട്ടുന്നുള്ള ഉറപ്പാണ്. 100% അത് സേഫാണ്, യാതൊരു റിസ്ക്കും ഇല്ല. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അത്രയും വർഷങ്ങളായിട്ട് ജീവിതത്തിൽ ഏറ്റവും ചെറുപ്പത്തിൽ പോയതാണ് വിദേശത്തേക്ക്. അപ്പോൾ ആ സമയത്ത് അന്ന് മുതൽ ഇന്ന് വരെ കെട്ടിപ്പൊക്കിയിട്ടുള്ള അത്രയും ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും അവർ ആ സംഭവത്തിന് വേണ്ടിയിട്ട്, ആ സംരംഭത്തിന് വേണ്ടിയിട്ട് മുടക്കി ലോൺ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അതിൽ കൊടുത്ത് ഇപ്പം ഇവർ ആദ്യം മുതൽ 1 മുതൽ തുടങ്ങുന്ന ഒരു അവസ്ഥയാണ്. അപ്പോഴാണ് നമ്മളെ കാണുന്നതും പരിചയപ്പെടുന്നതും ഒക്കെ. അപ്പം ഞാൻ പറഞ്ഞു, ഈ പദ്ധതിയാണ് അവരോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് അത് കുറച്ച് മുമ്പുണ്ടെങ്കിൽ അത് അവർ ചിന്തിച്ച്.
അപ്പം പലർക്കും അറിയില്ല ഇങ്ങനത്തെ പദ്ധതിയൊക്കെ ഉണ്ടെന്നുള്ളത് പലർക്കും അറിയില്ല. പലരും ഇതുപോലെ അതായത് ഇപ്പോൾ ഓരോരുത്തർ പേഴ്സണായിട്ട് സംസാരിക്കുന്ന സമയത്താണ് ഓരോ കാര്യങ്ങൾ തുറന്ന് പറയുന്ന സമയത്താണ് നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ പ്രൊഡക്റ്റ് ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ആളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇപ്പം പേപ്പറിലോ അല്ലെങ്കിൽ നോട്ടീസ് അടിച്ചിട്ടോ വെച്ച് കാര്യമില്ല. അപ്പോൾ അതാണ് കാര്യങ്ങൾ തുറന്ന് പറയുന്ന സമയത്താണ് അതിനുള്ള സൊല്യൂഷനായിട്ട് നമുക്ക് പറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ ഒരു അനുഭവങ്ങളാണ്. അപ്പോൾ ഇങ്ങനത്തെ ഓരോ വ്യക്തികൾക്കും ഇത്തരത്തിലുള്ള പദ്ധതികൾ, പലതരത്തിലുള്ള പദ്ധതികളുണ്ട്. പിന്നെ ഇതിന് താഴെയുള്ള പദ്ധതികളുണ്ട്, 6 ലക്ഷത്തിന് താഴെയുള്ള പദ്ധതികളുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ള അപ്പോൾ അവരെ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് തുടങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് അത് ഉണ്ടാക്കിയെടുക്കാനാണ് സാധിക്കേണ്ടത്. ഇപ്പോൾ അയാളെ സംബന്ധിച്ച് വർഷങ്ങൾ നഷ്ടപ്പെട്ടു പോയി. ഇനി ഏറിപ്പോൾ 8-10 വർഷം അവിടെ വിദേശത്ത് പിടിച്ച് നിൽക്കുന്നതാണ്. ആ സമയം കൊണ്ട് വേണം ഇനിയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഏറ്റവും നല്ല പദ്ധതിയാണ് പ്രിവില്ലേജ് എന്ന പദ്ധതി. ഇതാണ് പ്രിവില്ലേജ്. ഈ പറഞ്ഞതെല്ലാം പ്രിവിലേജ് പദ്ധതിയുടെ ഒരു ആമുഖം മാത്രമാണ്. തുടർന്നുള്ള പാർട്ട് 1, പാർട്ട് 2 ഭാഗങ്ങൾ അതിൻ്റെ ലിങ്ക് ഇതിന് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഈ മാസം നടത്തുന്ന കസ്റ്റമർ മീറ്റിങ്ങിൽ കഴിയുന്നതും എല്ലാവരും മിസ്സാക്കാതെ പങ്കെടുക്കുക. ഈ മാസത്തെ വിഷയം കഴിഞ്ഞ ബഡ്ജറ്റിൽ വന്നിട്ടുള്ള ടാക്സ് സേവിങ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, പുതിയ ടാക്സ് സ്ലാബ് കാര്യങ്ങളൊക്കെയാണ് വിഷയം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ചർച്ചകളും സംശയ നിവാരണങ്ങളൊക്കെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. മീറ്റിങ്ങിൻ്റെ ഡേറ്റ് കാര്യങ്ങളെല്ലാം തന്നെ വാട്സപ്പിൽ നേരിട്ട് അറിയിക്കുന്നതായിരിക്കും. ടൈമിൽ മാറ്റം ഉണ്ടാവില്ല. സാധാരണ എല്ലാ മാസം നടത്തുന്ന പോലെ തന്നെ ഇന്ത്യൻ ടൈം രാത്രി 9:30 ശേഷമായിരിക്കും. 9:30 ടൈമായിരിക്കും. കാരണം പ്രവാസികൾക്കും പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ടൈം സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ.